ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബ്ലൂഡോൾ നീലപ്പാവ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ക്രാഫ്റ്റാണ്. മുത്തും ത്രെഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ചെറിയ നെക്ലേസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള മുത്തും അതുപോലെ പച്ച ഷൈനിങ് ഉള്ള നൂലുമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിതുപോലെ ഏതെങ്കിലും ബോർഡ് എടുത്തിട്ട് നമുക്ക് എത്ര നീളത്തിൽ നമ്മുടെ നെക്ലേസ് വേണോ ആ നീളത്തിന് നമ്മളതിനെ ഇങ്ങനെ വരിക. അപ്പോൾ നിങ്ങൾക്ക് നൂല് ഏത് ടൈപ്പ് നൂല് വേണോ എടുക്കാം. സിൽക്കിൻ്റെ നൂല് കിട്ടും, അതാകുമ്പോൾ ഇച്ചിരി ഷൈനിങ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷൈനിങ് ഉള്ള നൂല് കിട്ടുകയാണെങ്കിൽ അതാണെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ നെക്ലസിന് എത്ര വീതി വേണോ ആ വീതിക്കനുസരിച്ച് നമ്മളിതുപോലെ ആവശ്യത്തിന് വരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളതുപോലെ വെട്ടി എടുക്കുക. അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക. അയഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് വെക്കുക. ഞാൻ ഈ ബോർഡിൽ തന്നെ ഉറപ്പിച്ച് വെക്കുകയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് മുടി മെടഞ്ഞെടുക്കുന്ന പോലെ നമുക്കൊന്ന് മെടഞ്ഞെടുക്കാം. മെടഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇടത്തേക്കും വലത്തേക്കും നമ്മളിതുപോലെ മെടഞ്ഞ് എടുക്കാം. ഞാൻ അങ്ങനെ മെടഞ്ഞെടുത്തിരിക്കുന്ന ഒരു നൂലാണ്, പച്ച നൂല് നമ്മൾ മെടഞ്ഞെടുത്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള നീളത്തിനാണ് ഇത് മെടഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വീതിക്കും നീളത്തിനും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാതിരി എടുക്കുക. നമ്മൾ നന്നായിട്ട് മെടഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ രണ്ടറ്റത്തും നമ്മൾ നന്നായി കെട്ടി വെക്കുക. അത് ഊരി പോകാണ്ടിരിക്കാനാണ് നമ്മൾ രണ്ട് സൈഡിലും നന്നായിട്ട് കെട്ടിട്ട് ഉറപ്പ് വരുത്തുക. അപ്പം നമുക്കൊരു നെക്ലസിൻ്റെ ഏതാണ്ടൊരു രൂപമായിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി ഒരു വീതി തോന്നിക്കാനായിട്ട് നമുക്കൊരു പേന വെച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വരിച്ചു കൊടുക്കാം. അപ്പോൾ അതിനൊരു ഇച്ചിരി കൂടി അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞിട്ട് ഒരു ഇച്ചിരി കൂടി വീതി നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ നെക്ലസിന്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ള മുത്ത് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു പിടിപ്പിക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാം. തുണിയിലൊക്കെ നമ്മൾ സാധനങ്ങൾ ഒട്ടിച്ചു പിടിപ്പിക്കാനാണ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ മുത്തുകൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് ഇതേ കളർ നൂല് വെച്ചിട്ട് നമുക്ക് ഈ മുത്തുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് തയ്ച്ചെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഉറച്ചിരിക്കും. അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നമുക്ക് അറ്റത്തുള്ള വേണ്ടാത്ത പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ നൂല് ഘടിപ്പിക്കാം. നമുക്ക് ഫാൻസി സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന നൂലാണിത്. ഫാൻസി സ്റ്റോറിൽ പറഞ്ഞാൽ മതി. നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ നീളം കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് നൂലാണത്. അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതിൻ്റെ അറ്റത്തുള്ള കൊളുത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് ഘടിപ്പിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കാണുന്ന ആ കൊളുത്ത് മെല്ലെ എടുത്തിട്ട് നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മാലയുടെ അറ്റത്തേക്ക് ഘടിപ്പിച്ചു കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ ഒന്ന് കൊളുത്തി വെച്ചു കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത വർക്കാണിത്. നമുക്കിതിനെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. കഴുത്തിൽ ഒട്ടിക്കിടക്കുന്ന ചോക്കർ ലുക്കിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഇച്ചിരി കൂടി നീളത്തിനിട്ടിട്ട് സാരിയോടൊപ്പം നമുക്ക് അടിപൊളി സ്റ്റൈലായിട്ട് നമുക്ക് ഈ നെക്ലസ് ഇടാം. ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ചെറിയൊരു ബ്രേസ്ലെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഡെയിലി വെയറിനൊക്കെ നമുക്ക് കാഷ്വൽ ലുക്കിനൊക്കെ ബ്രേസ്ലെറ്റ് അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.